എന്ന് ഒരുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ. പാണക്കാട് സാദാത്യങ്ങൾ ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞവര് പോലും കണ്ടില്ലേ ഇന്നലെ സാബിക്കലി തങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചത്. ആ പ്രഭാഷണം ഇന്ന് വൈറലാണ്. പാണക്കാട് കുടുംബം പോലും കൽബ് പൊട്ടി ദുആരം റബ്ബേ, ആ കുഞ്ഞുമോളെ ആസിഫ എന്ന പൊന്നുമോളെ സങ്കടപ്പെടുത്തിയവരെ നീ ശിക്ഷിക്കണേ റബ്ബേ. നിങ്ങൾ സഹചാരിയാണെങ്കിൽ, നിങ്ങൾ കാരുണ്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾ കാരുണ്യ പ്രവർത്തകരാണെങ്കിൽ ഇന്നത്തെ സ്വതക്ക ആസിഫ എന്ന തങ്കക്കുടത്തിന്റെ കൂടെ സ്വർഗത്തിലിരിക്കാനും അവരുടെ തെമ്മാടികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും വേണ്ടി നിയ്യത്ത് ചെയ്യാൻ ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ 101 വട്ടം പറയാൻ 101 വട്ടം പറയുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ചെത്തിയും ജമന്തിയും ചെമ്പരത്തിയും ഒരുപോലെ പൂത്തു നിൽക്കുന്ന ക്രിസ്തുവും മുസ്ലിമും ഹൈന്ദവരും സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികൾക്ക് ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണേ അല്ലാഹ് എന്ന് കൽബുരുകിയിട്ട് നിയ്യത്ത് ചെയ്ത് സ്വതക്ക ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പ്രതികരണശേഷിയുള്ളവരാണ്. മിണ്ടാൻ കഴിയാത്തവർ 8 പ്രതികളെക്കാളും വലിയ തെമ്മാടികളാണ്. ആസിഫ എന്ന പൊന്നുമോൾക്കെതിരെ, ആ പൊന്നുമോളെ കൊല ചെയ്തതിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ സിനിമാ നായകന്മാരില്ല, നടന്മാരില്ല, രാഷ്ട്രീയ സാമുദായിക സാമൂഹിക നായകന്മാരെ, നേതാക്കന്മാരെ പലപ്പോഴും കാണാറുള്ള ഒരാളെയും കാണുന്നില്ല. അവരെല്ലാം ഈ 8 പ്രതികളെക്കാളും വലിയ തെമ്മാടിത്തരവും തെറ്റും ചെയ്യുന്നവരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളോട് പറയുന്നു, അല്ലാഹു നമുക്ക് തന്ന സമ്പത്തിന്റെ ഒരു നമ്മുടെ മക്കളെ കാക്കാൻ, നമ്മുടെ 8 വയസ്സുള്ള മോക്ക് കളിപ്പാവ് വാങ്ങുന്ന പ്രായം, നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പ്രായം. എന്റെ ഉമ്മമാര് ചിന്തിക്കണം, മനസ്സിൽ നിറച്ച ആസിഫ എന്ന പൊന്നുമോളെ ഇറക്കി വെക്കണം. എന്നിട്ട് സഹചാരിയുടെ പ്രവർത്തനത്തിന് ആ പൊന്നുമോളെ നെയ്യപ്പ് ചെയ്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനത്തിന് സ്വരക്ക ചെയ്യുമ്പോ മനസ്സുകൊണ്ട് നിങ്ങൾ കരുതേണ്ടത്, അല്ലാഹ് ആ പ്രിയപ്പെട്ട കുഞ്ഞുമോളെ പിച്ചി ചീന്തി വലിച്ചു കീറി ആ കുഞ്ഞുമോളെ കൊന്നൊടുക്കിയ കിരാതന്മാർക്ക് പടച്ചവനെ ഈ റജബിന്റെ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണേ റബ്ബേ എന്ന് നിയ്യത്തിൽ കൊടുക്കുമ്പോഴാണ് നമ്മളൊക്കെ പ്രതികാരശേഷിയുള്ളവരാകുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 സ്വലാത്ത് ചൊല്ലിയിട്ട് സഹചാരിയുടെ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. 3 സ്വലാത്ത് ചൊല്ലിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് ഈ പ്രിയപ്പെട്ട മക്കൾ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്കയിടുമ്പോ ഞങ്ങൾ ഇന്ന് നിയ്യത്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യമല്ല അല്ലാഹ്, ഞങ്ങളുടെ നിയ്യത്ത് വേറെയാണ് അല്ലാഹ്. ഞങ്ങളുടെ അസുഖം മാറലല്ല അല്ലാഹ്, ഞങ്ങളുടെ കടം തീരലല്ല അല്ലാഹ്. അങ്ങ് കാശ്മീരിന്റെ തിരുവോരത്ത് ദൈവപ്പുരയ്ക്കകത്ത് വെച്ചിട്ട് ക്രൂരമാരി വലിച്ചു കീറപ്പെട്ട കുഞ്ഞു പുഷ്പമാകുന്ന ആസിഫ എന്ന പൊന്നുമോൾക്ക് അല്ലാഹുവേ ആ പൊന്നുമോളെ ഉമ്മാക്ക് സഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ എന്ന് ദുആരക്കാരാണ്. ആ പൊന്നുമോളെ ഉപ്പാക്ക് താങ്ങാനുള്ള കെൽപ്പ് കൊടുക്കണേ എന്ന് ദുആരക്കാരാണ്. ആ പൊന്നുമോളെ തകർത്തെറിഞ്ഞ കിരാതന്മാരെ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണേ എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് റജബിന്റെ രാത്രിയിൽ രാജാതിരാജനായ അല്ലാഹ് നിന്നോട് ദുആരക്കാനാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവരെ ഇന്നലെ വരെ 100 ഇട്ടവർ 500 ഇടുമ്പോ 1000 ഇടുമ്പോ ഈ സരസിന്റെ അകത്ത് വന്നവരുടെ ഒരു പ്രതിഷേധമായി സ്വീകരിച്ചിട്ട് റബ്ബേ ആ പൊന്നുമോളെ മാതാപിതാക്കൾക്ക് സഹനശക്തി കൊടുക്കണയല്ലോ. ആ പൊന്നുമോൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് ഒത്തൊരുമ കൊടുക്കണയല്ലോ, അവരെ ഏകോപിപ്പിക്കണയല്ലോ. ഒരു മരണത്തിന്റെ വേദനയല്ല, ഒരു മരണത്തിന്റെ വേദനയല്ല, എല്ലാ മരണത്തിന്റെയും വേദന അവർക്ക് നീ വിധിച്ചു കൊടുക്കണയല്ല. എന്താ സംഭവം നടന്നതെന്ന് നിങ്ങൾക്കറിയോ? സഹോദരിമാർക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് മരണവേദനയിലേക്ക് വരാം. ഒരല്പം നിങ്ങളോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. സഹോദരിമാരിങ്ങനെ ചിന്തിക്കുന്നു. ഇന്നലെ ആസിഫയെ കുറിച്ച് പറഞ്ഞു, മെനിങ്ങാന്ന് പറഞ്ഞു. എന്താ സംഭവം അറിയാൻ നമുക്ക് നേരമില്ലല്ലോ.
നമുക്ക് നേരം വരണമെങ്കിൽ സീരിയലുകൾ ഒടുങ്ങണം, ചാനൽ പ്രോഗ്രാമുകളെ കവറടക്കണം. എന്നാലേ എന്റെ ഉമ്മത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അതിന്റെ നൊമ്പരവും വേദനയും അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അറിയാൻ കഴിയില്ല. അറിയണം പ്രിയപ്പെട്ടവരെ. 8 വയസ്സുള്ള കാശ്മീരിലെ ആസിഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോള്, ആ പ്രിയപ്പെട്ട പൊന്നുമോള് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് യൂണിഫോം മാറ്റുകയാണ്. യൂണിഫോം മാറ്റിയിട്ട് പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ മുമ്പിൽ നിന്ന് കുതിരയെ സ്നേഹിക്കുന്ന ആസിഫ, കുതിരയെ ഇഷ്ടപ്പെടുന്ന ആസിഫ, ആ പ്രിയപ്പെട്ട പൊന്നുമോളുമ്മ ഞാൻ കുതിരക്ക് വെള്ളം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് 8 വയസ്സുള്ള ചിത്രശലഭം പോലെ തുള്ളിച്ചാടുന്ന ആസിഫ എന്ന പൊന്നുമോള്, മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് പോ മോളെ, രാവിലെ അല്പം കാപ്പി കുടിച്ച് പോയതല്ലേ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോ മോളെ എന്ന് പറയുമ്പോഴല്ലാ കുതിരയെ സ്നേഹിക്കുന്ന കാശ്മീരിന്റെ തെരുവോരത്ത് കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ ആസിഫ ആ കുതിരക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. റബ്ബേ, മഗ്‌രിബിന്റെ സമയമാകുമ്പോ ഉമ്മ ഭക്ഷണമെല്ലാം ഇട്ട് തയ്യാറാക്കി വെച്ചിട്ട് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ ചിന്തിക്കുന്നു, അല്ലോ സമയം രാത്രിയാകുന്നല്ല തമ്പുരാരെ, എന്റെ പൊന്നുമോളെ കാണുന്നില്ലല്ലോ, സമയം രാത്രിയാകുന്നല്ലോ, അല്ലോ എന്റെ പൊന്നുമോളെ കാണുന്നില്ലല്ലോ, എന്റെ പൊന്നുമോളെ കാണുന്നില്ലല്ലോ. എത്ര സമയം വൈകിയാലും എന്റെ പൊന്നുമോള് രാത്രിയാകുന്നത് വരെ കളിക്കാറില്ലല്ലോ. മോളെ, പൊന്നുമോളെ ആസിഫ, പൊന്നുമോളെ ആസിഫ.